ഇന്ന് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് ചെമ്മീൻ്റെ ബിരിയാണിയാണ്. അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ വാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ എടുക്കണതേ 1 കിലോ ചെമ്മീനാണ് കേട്ടോ. അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി ചെമ്മീനിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ചെമ്മീൻ ഒന്ന് ലൈറ്റായിട്ട് പൊരിച്ചെടുക്കണം. ചെമ്മീൻ അധികം വേവിക്കരുതേ, അധികം വേവിച്ചാൽ കട്ടിയായി പോകും. എന്നിട്ട് ചെമ്മീൻ കോരി മാറ്റി വെക്കുക കേട്ടോ. ഇനി അതേ എണ്ണയിൽ തന്നെ വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ല തിരക്കുള്ള 4 ഡേ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ജോലി ഓഫാണ് കേട്ടോ ഇന്ന്. വീക്കെൻഡിലും എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് ഇപ്രാവശ്യം ഇക്ക വന്നിട്ടില്ല ഈ ആഴ്ചയിൽ. പക്ഷേ ബിരിയാണി എന്താണെങ്കിലും ഇക്കാക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോഴത്തേക്കേ അതിനൊക്കെ നമുക്കൊരു തക്കാളി അരിഞ്ഞതും 2-3 പച്ചമുളക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തക്കാളി നല്ലോണം മാഷായി വരുന്നിടം വരെ വേവിക്കണം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് പൊരിച്ച് മാറ്റി വെച്ച് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് റെഡിമെയ്ഡ് ബിരിയാണി മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതും ചേർത്ത് അതിനോടൊപ്പം തന്നെ അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ പ്രോൺസ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേസമയം തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിൽ ജീരകശാല അരി വേവിക്കാനായിട്ട് വെക്കാൻ പോകുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് നെയ്യും ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങാ നീരും പിന്നെ ഹോൾ സ്പൈസസും ചേർത്ത് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അരി ഒരു 3/4 ഭാഗം വേകാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിൽ തന്നെ ആദ്യം ഒരു ലെയർ റൈസ്, അതിൻ്റെ മുകളിൽ ചെമ്മീൻ മസാല, പിന്നെ ബാക്കി റൈസ് എന്നുള്ള രീതിയിൽ ലെയർ ചെയ്ത് അടുപ്പിൽ വെച്ച് 1/2 മണിക്കൂർ ദമ്മിലിടാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ആ ലെയറിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. നമുക്കിനി ദമ്മിലിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ പക്ഷേ ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ. ഒരു കാര്യം മാത്രം, 1 കിലോ ചെമ്മീൻ പോരാ, ഞങ്ങളുടെ വീട്ടിൽ ചെമ്മീനാണ് ആദ്യം തീർന്നു പോയത്. അതുകൊണ്ട് 2 കിലോ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും പൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സിമ്പിൾ സാലഡും കൂടി ആയിരുന്നപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം കേട്ടോ.